രാജഗോപാൽ സാർ, ദിനേശ് ബി ഡി സഹകരണ സംഘത്തിനെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതും ലക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ ചെറിയ കോടികളുടെയോ അല്ല, 700 കോടിയുടെ അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ ടാറ്റ കൺസൾട്ടൻസിക്ക് ഏകദേശം 206 കോടി രൂപയ്ക്ക് കരാർ നൽകാനിരുന്നതാണ്. അതിലാണ് ഇപ്പോൾ ഒരു ക്രമക്കേട് നടക്കുന്നത്. അതിൽ നിന്നും മാറി 700 കോടി രൂപയുടെ ഒരു അഴിമതിയാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തവമുണ്ട്? അത് ദിനേശ് ബിഡിയുടെ ചരിത്രം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ നീതു. കണ്ണൂരിലെ വളരെ പ്രസിദ്ധമായിരുന്ന ബീഡി കമ്പനി ആയിരുന്നല്ലോ ദിനേശ് ബിഡി എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ സർക്കാർ ജോലി കിട്ടുന്നതിനേക്കാട്ടിൽ വലിയ ആനുകൂല്യങ്ങളും 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ കൂടിയിരിക്കുമ്പോൾ ഇൻസെന്റീവും ബോണസും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വലിയ കമ്പനിയാണത്. നൂറുകണക്കിന് തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ അടക്കം പങ്കെടുത്ത് ജോലി എടുത്തുകൊണ്ടിരുന്ന വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആയിരുന്ന കമ്പനിയാണത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഗ്രാമങ്ങളാണ്. അവരുടെ പാർട്ടി വളർന്നതിന് വലിയൊരു ഘടകമായിരുന്നു. കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂര് വടക്കൻ മേഖലകളിലെ ഈ ബീഡി കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും അതുപോലെ മറ്റു പുരുഷന്മാരുമായിരുന്നു അവരുടെ പാർട്ടി അണികൾ എന്ന് പറയുന്നത്. അന്ന് പാർട്ടി പത്രം ഒരാൾ വായിച്ച് അണികളെ കേൾപ്പിക്കുക, അങ്ങനെ ഒരു ചുമതല ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്. ഒരു പത്രം, ദേശാഭിമാനി പോലുള്ള പത്രം വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു തൊഴിലാളി ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് വായിക്കും. അല്ലെങ്കിൽ തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ മാറിയിരുന്ന് മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ ജോലിക്ക് തടസ്സവും ഉണ്ടാകത്തില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകളും മറ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും തൊഴിലാളികളിലേക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെ അവരിൽ ആവേശം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിവ്, അത്തരം സമ്പ്രദായങ്ങളായിരുന്നു കണ്ണൂരിലുണ്ടായിരുന്നത്. അതായിരുന്നു ഇവിടെ ദിനേശ് ബിഡിയെ കൂടെ പാർട്ടിയെ വളർത്തി എന്ന് പറയുന്നത്. അങ്ങനെ വളർന്നു വന്ന ആ ബീഡി കമ്പനി, അന്ന് ബീഡി വലി എന്ന് പറഞ്ഞാൽ 10-50 വർഷമൊക്കെ ഉള്ള കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബീഡിയാണ് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ഈ ഇതിന് വലിക്കുന്ന ഒരു വസ്തു, ലഹരി വസ്തു എന്ന് പറയുന്ന, ലഹരി എന്ന് പറയാനില്ല, അതിനകത്ത് ചെറിയ ലഹരി വസ്തു എന്ന് പറയുന്നത് ബീഡിയാണ്. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സിഗരറ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, സിഗരറ്റിലേക്ക് അത് മാറിയ സമയത്താണ് ബീഡിയുടെ ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങിയത്. എന്നാലും സാധാരണ തൊഴിലാളികളൊക്കെ അപ്പോഴും ബീഡിയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അത് സിഗരറ്റിന്റെ 10-1 20 വിലയ്ക്ക് കിട്ടുമായി കൂടുതൽ അപേക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടും അപ്പൊ ബീഡിയാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മത്സരം വരുന്നത് കാജാ ബീഡി എന്നൊക്കെ പറയുന്ന മറ്റു ബീഡികളൊക്കെ വരുന്ന സമയത്തും ഒക്കെയാണ്. അപ്പൊ ചുരുക്കത്തില് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായിരുന്ന ആ ദിനേശ് ബിഡിക്ക് തകർച്ചയുണ്ടായി. അത് തൊഴിലാളികളെ ഒന്നും ശമ്പളം കൊടുക്കാനും മറ്റു മാർഗമില്ലാതെ പല സ്ഥലങ്ങളിലും പൂട്ടിപ്പോവുകയും അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് അത് പോയി. അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു നടപടിയാണോ, അതാണോ ഇപ്പോൾ CPM ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനമാണ്. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ദിനേശ് ബിഡിക്ക് ഒരു TCS-ന് കൊടുക്കണം, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതായത് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസിക്ക് 207 കോടി രൂപയ്ക്ക് കൊടുത്തിരുന്ന കരാറ് ഗവൺമെന്റ് തന്നെ റദ്ദ് ചെയ്തിരിക്കുന്നു. കേരള ഗവൺമെന്റ് റദ്ദ് ചെയ്തിട്ട് അത് ഈ ദിനേശ് ബിഡി കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ സംശയിക്കുന്നത് ഇനി അവിടെ പഴയതുപോലെ ബീഡി തെറുപ്പ് ആരംഭിക്കുകയാണോ, അത്തരം പരിപാടികൾ വല്ലതും ആണോ എന്നുള്ളതാണ്. അപ്പൊ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല സംഭവം. ദിനേശ് ബിഡി കമ്പനി ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ 4500 പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം അനുസരിച്ച് എല്ലാ സഹകരണ സംഘങ്ങളെയും എല്ലാം കൂടെ കോമൺ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരണം, എന്നെങ്കിലേ അവരുടെ സഹായം കിട്ടത്തുള്ളൂ. സഹകരണ മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഒരു പൊതു നെറ്റ്വർക്കിൽ കൊണ്ടുവരണം. അത് കേന്ദ്ര നെറ്റ്വർക്കുമായിട്ട് ലിങ്ക് ചെയ്യുകയും വേണം. അപ്പൊ അതിന് കേരളത്തിൽ ഇപ്പൊ അതിട്ടില്ല. അപ്പൊ നമ്മുടെ പല പ്രാഥമിക സഹകരണ സംഘങ്ങളിലും അത്തരം കാര്യങ്ങളില്ല. അതുപോലെ KYC നിർബന്ധമാക്കുക, അങ്ങനെയൊക്കെയുള്ള ചട്ടങ്ങളുണ്ട്. അതുപോലെ ബാങ്ക് എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ കേന്ദ്രം കഴിഞ്ഞ പത്രങ്ങളിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. ബാങ്ക് എന്നുള്ള ലൈസൻസ് ഉപയോഗിക്കരുത്, നെറ്റ്വർക്ക് കൃത്യമായിരിക്കണം, അത് കേന്ദ്ര ബോർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെ വലിയ IT രംഗത്ത് വലിയ വിപ്ലവകരമായ ഒരു സഹകരണ രംഗത്ത് വിപ്ലവകരമായ ഒരു പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ്.
ഇതിന്റെ ഈ 4500ഓളം പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഒന്നിച്ചൊരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനം, ആ IT കരാറാണ് ഇപ്പോഴ് ദിനേശ് ബിഡിക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണ് അത് 207 കോടി രൂപയ്ക്ക് TCS ടാറ്റ കൺസൾട്ടൻസി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് 700 കോടി രൂപയ്ക്കാണ് ഇവർക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഈ ബീഡികളെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഞാനും ചെറുപ്പകാലത്ത് ചില തമാശ പരാമർശങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ ബീഡി വലിച്ചു കഴിഞ്ഞാല്, ഏത് ബീഡിയാണെന്ന് എനിക്കറിയത്തില്ല, ചില ആളുകളൊക്കെ നമ്മുടെ പ്രായമുള്ള ആളുകൾ പറയുന്നത് ഈ ബീഡി വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറത്തില്ലെന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. ചെറിയ പ്രായത്തിലാണ് നമുക്ക് അർത്ഥം മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുകയാണല്ലോ. ഈ രാത്രി കാലങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെ പുരുഷന്മാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നൈറ്റ് സർവീസ് ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടൊക്കെയുള്ള പ്രയത്നിച്ചൊക്കെ വരുന്നതായിരിക്കാം. അതുകൊണ്ടാണ് ഈ രാത്രിയെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് അന്നത്തെ ആ പ്രായത്തിൽ കഴിവുള്ളായിരുന്നു. പക്ഷെ പിന്നീട് തമാശ രൂപത്തിൽ പറഞ്ഞതാണെന്നുള്ളത് പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. അതായത് ഈ ബീഡി വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് ചുമയ്ക്കുമെന്നാണ് പറയുന്നത്. ചുമ നിർത്താതെ ചുമയ്ക്കും. അങ്ങനെയാണല്ലോ, ബീഡിപ്പോയ നല്ല കറയുള്ളതാണല്ലോ. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ നിങ്ങൾ ചുമയ്ക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആള് ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറത്തില്ല എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെയുള്ള ചില നീക്കങ്ങളാണ്. അതിനെ ഒരു തമാശയായിട്ട് അന്ന് കണ്ടെങ്കിലും അത്തരം ചില രീതിയിലുള്ള നീക്കങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെയൊക്കെ തോന്നുന്നത്. എന്തായാലും രമേശ് വളരെ ഗൗരവതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രമേശിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്തും കൊണ്ടുവന്നിട്ട് ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരുപാട് ആരോപണങ്ങൾ രമേശ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്രിംഗ്ലർ അടക്കം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡീപ് സീ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആരോപണങ്ങൾ സർക്കാരിനെതിരെ വന്നിരുന്നു. പക്ഷെ പലതും അതിന്റെ ടൈമിംഗ് വ്യത്യാസം വന്നുപോയി. പലതിന്റെയും ടൈമിങ്ങിൽ വ്യത്യാസം വന്നുപോയി. അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും ഒരു പഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത സമയത്തും വന്നിരുന്നു. ഈ വിവാദങ്ങളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ തൊട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു, ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല, ഒരാരോപണവും ക്ലിക്ക് ചെയ്യുന്നില്ല എന്ന്. അതാണ് രമേശിനെ പറ്റിയിരിക്കുന്ന ഒരു സംഭവം. ഇതിപ്പോഴും വന്നിരിക്കുകയാണ്, പുതിയ ആരോപണം വന്നിരിക്കുകയാണ്. ഇപ്പൊ രമേശിനെതിരെ പറ്റിയ ആരോപണങ്ങള് CPM അടക്കം ഉയർത്തുന്നുണ്ട്. പാർട്ടിക്കകത്തും പ്രശ്നങ്ങളാണ്. അങ്ങനെ വളരെ ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവിന്റെ വലിയ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. അപ്പൊ രമേശിനെതിരെ ശക്തമായ അറ്റാക്ക് പാർട്ടിക്കകത്ത് തന്നെ വരുന്നുണ്ട്. എന്നെ പറഞ്ഞത് കേട്ടില്ലേ? സുധാകരൻ തന്നെ പറഞ്ഞാണ് വന്നത്. ഇപ്പൊ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സുധാകരൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുകൊണ്ട് പറഞ്ഞ എന്താണ്? എന്റെ ആഗ്രഹം രമേശ് ചെന്നിത്തല ആകണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ സമുന്നതനായ നേതാവും രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ PJ കുര്യൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വെച്ച് പറഞ്ഞത് രമേശിനെ കൂടി ഇരുത്തിക്കൊണ്ടാണ്. രമേശ് ചെന്നിത്തല കൂടി ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നതിലാണ് എനിക്ക് താല്പര്യം എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ രമേശിന് ഒരു പരിഗണനയോ മറ്റോ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പറയത്തില്ല, ഇപ്പൊ നാടൻ ഭാഷയെ പറഞ്ഞ കുത്തിക്കലക്കാം, എങ്ങനെ അത് കുളം കലക്കി കളയാം എന്നുള്ളൊരു മട്ടിലേക്കാണ് ചില ഉന്നത നേതാക്കന്മാരുടെ പ്രസ്താവന വരുന്നത്. ഇപ്പോഴാരും കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നലെ AICCക്ക് വിശദീകരണം കൊടുക്കേണ്ടി വന്നല്ലോ. അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം പാർട്ടി ജയിക്കണമല്ലോ. ജയിച്ചു കഴിഞ്ഞിട്ട് UDF മാത്രമല്ലേ മുഖ്യമന്ത്രി കസേര ചർച്ചയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ജയിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും കേരള രാഷ്ട്രീയത്തില് വളരെ നന്നായിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോള് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവാണ് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പൊ രമേശിന്റെ ആരോപണത്തെ, വളരെ ഗൗരവകരമായ ഒരു ആരോപണം ഉന്നയിച്ചത്, മറുപടിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞതുപോലെ ഒരു ബീഡി കമ്പനിക്ക് എന്താണ് അതിന്റെ ടെക്നിക്കൽ നോഹവ് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് തന്നെ സാങ്കേതിക സഹായമുണ്ടോ എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ ഒരാളാണെങ്കിൽ മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ ബീഡി കമ്പനിക്ക് എന്താണ് ഇതിന്റെ TCSനെ വെല്ലാൻ കഴിയുന്ന അവർക്കുള്ള സാങ്കേതിക മേന്മ എന്താണ് IT രംഗത്ത് എന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അത് പറഞ്ഞതുപോലെ ഒരു വിശദീകരണം വലിയ താമസമില്ലാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിലൊരു വിശദീകരണം വന്നേക്കാം. കാരണം ചെറിയ ഒരു തുകയല്ല, ആ തുകയുടെ ഒരു ആരോപണമല്ല രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. 700 കോടിയാണ്. അത് 206 കോടിക്ക് ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാനിരുന്നതാണ്. അതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. 700 കോടിയുടെ അഴിമതി നടക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതിൽ രാജഗോപാൽ സർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഇരിക്കേണ്ടുന്ന സ്ഥാനം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടിരുന്ന ചില ദൗത്യങ്ങൾ,
ചില നിലപാടുകൾ, ചില തീരുമാനങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമുക്കറിയാം. ഇതെല്ലാം കൃത്യമായി ചെയ്തു വരുന്നത് രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസിൽ അദ്ദേഹം ഇടയ്ക്കിടെ വന്ന ആരോപണങ്ങൾ പറയാറുണ്ട്, വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ നേടാറില്ല, പലതും ചീറ്റിപ്പോകാറുണ്ട്. ദിനേശ് ബി ഡി സഹകരണ സംഘത്തിനെതിരായ രമേശ് ചെന്നിത്തലയുടെ 700 കോടിയുടെ അഴിമതി ആരോപണവും അതുപോലെ ചീറ്റിപ്പോകുമോ? അതല്ല, സർക്കാർ ഇതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ വൃത്തങ്ങൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായമോ വിശദീകരണമോ നൽകുമോ എന്നതും വരും മണിക്കൂറുകളിലോ വരും ദിവസമോ കണ്ടറിയാം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.